ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ ഞാൻ വൈറ്റ് ചെയ്ത് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഫുൾ അപ്ലോഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ അയച്ച കുറേ ക്വസ്റ്റ്യൻസ് തന്ന് കുറച്ചൊക്കെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ഫോണിനകത്തുണ്ട് ഗൈസ്. അപ്പം അതിൻ്റെ ആൻസർ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ഫോണിൽ ഓൺ ചെയ്യിക്കണം ഗൈസ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന പ്ലേസ് എവിടെയാണെന്നാണ്. ഞാനിവിടെ കൊല്ലത്താണ്. കൊല്ലം അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. പിന്നെ ചോദിച്ചിട്ടുണ്ട് വീട് എവിടെയാണെന്നൊക്കെ. ഒരേപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെന്താ, ഏജ് ചോദിച്ചിട്ടുണ്ട്. ഏജ് എനിക്കിപ്പോൾ 19 ആണ്, 19. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് പറയുമ്പോൾ എനിക്ക് എൻ്റെ ചെറുതിലെ തൊട്ട് ഇപ്പം വരെ കമ്പനി ആയിട്ടുള്ള ഒരു 3 ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ മോറോവർ അവർക്കൊക്കെ ഞാൻ ഒരു 4 years ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഓൺലൈൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ കമ്പനി ആയിട്ടുള്ളത്, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതും അവർ 4 പേരായിട്ടാണ്. മുസ്ലിമാണോ? ഓക്കെ, എൻ്റെ യൂട്യൂബിലാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നൊരു കാര്യമാണ് മുസ്ലിം ആണോ, നീ ഹിന്ദു ആണോ. തട്ടുവിട്ട വീഡിയോ ചോദിക്കും നീ മുസ്ലിം ആണോ, അപ്പോൾ അല്ലെങ്കിൽ ചോദിക്കും നീ ഹിന്ദു ആണോ എന്ന്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ഈ കാസ്റ്റിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് എൻ്റെ അടുത്ത് കാസ്റ്റ് ചോദിക്കുന്നത്. പിന്നെ പറയാനുണ്ടെങ്കിൽ അച്ഛൻ മുസ്ലിമും അമ്മ ഹിന്ദുവാണ്. അവരുടെ ലവ് മാരേജ് ആയിരുന്നു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു കാസ്റ്റ് ഒന്നും ഇല്ല. എല്ലാത്തിലും ഒരു വിശ്വാസം ഉണ്ടല്ലോ. എനിക്കങ്ങനെ ഈ കാസ്റ്റിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ ചറ പറ അത് മുസ്ലിം ആണോ ഹിന്ദു ആണോ എന്ന് എനിക്ക് ചോദിക്കാൻ. ജാസ്മിൻ ജാഫർ ആവാൻ നോക്കുന്നുണ്ട്. അതിനുള്ള കമന്റ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ടാണ്, ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വൈറ്റിയിൽ ഇട്ടിട്ടുണ്ട്. വേണ്ടുന്നവർക്ക് അത് പോയി കണ്ടാൽ മതി. എനിക്ക് എപ്പോഴും എനിക്ക് വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇടുമ്പോഴത്തേനും ഞാൻ അങ്ങനെ അവൻ നോക്കുന്നില്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കിങ്ങനെ ഒരു എപ്പോഴും എക്സ്പ്ലനേഷൻ തരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള വീഡിയോ ഞാൻ എൻ്റെ വൈറ്റിയിൽ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കയറി കാണുക, അല്ലാണ്ട് എനിക്കൊന്നും പറയുന്നില്ല. പിന്നെ നിങ്ങൾ ഇതിനകത്ത് എനിക്ക് നെഗറ്റീവ് കമന്റ് ഇട്ടുകൊണ്ട് ഞാനിങ്ങനെ മിണ്ടാണ്ട് ഇരുത്തോണ്ട് നാളെ വീഡിയോ ചെയ്യണ്ടെന്നൊക്കെ പഞ്ചരിക്കുന്ന തോന്നലുണ്ടെങ്കിൽ വെറുതെയാണ് ഞാൻ ആയിട്ട് കൂടാം. കമ്മിറ്റഡ് ആണോ എന്ത് തോന്നുന്നു? കമ്മിറ്റഡ് ആണെന്ന് വെച്ചാൽ കമ്മിറ്റഡ് നല്ല കേസ്, കമ്മിറ്റഡ് അല്ല. എപ്പോഴേലും ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടോ? ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാവാത്ത മനുഷ്യരില്ലാന്ന് തോന്നുന്നു. എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു, പിന്നെ അത് ബ്രേക്കപ്പ് ഒക്കെ ആയി. എല്ലാവർക്കും ഇല്ലാത്ത സംഭവമല്ലേ, എനിക്ക് ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ട്. ഇപ്പൊ കമ്മിറ്റഡ് നല്ല സിംഗിൾ. ചേച്ചി ജാടയാണോ? മെസ്സേജ് അയച്ചിട്ടൊന്നും റിപ്ലൈ കിട്ടുന്നില്ല. എനിവേ യുവർ വീഡിയോസ് ആർ ജസ്റ്റ് അമേസിങ്. എനിക്ക് എനിക്ക് ഇങ്ങനത്തെയൊക്കെ കുറച്ച് എന്താ കമന്റ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കുന്നത്. എൻ്റെ വീഡിയോസ് ഉള്ള അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇങ്ങനത്തെ സന്തോഷമാണ് ഗൈസ്. എനിവേ താങ്ക് യു. ആഷിക ജയേഷ്, താങ്ക് യു. പിന്നെ എന്താ പഠിക്കുന്നത്? ഞാനിപ്പോൾ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇപ്പം നഴ്സിങ്ങിന് ബാംഗ്ലൂർ നോക്കിയിട്ട് നിൽക്കുക. അടുത്തത് മേഘ ചേച്ചിക്ക് എന്താ പറ്റും? മേഘ അവള് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 2 years മുന്നേ. ചേച്ചി യൂസ് ആക്കുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് ഓർ മേക്ക് ഓവർ പ്രൊഡക്ട്സ് നെയിം ഡിഫൈൻ ചെയ്ത് വീഡിയോ ചെയ്യുമോ? ഓക്കെ, ഞാൻ ഇതേപോലത്തെ ഒരു കമന്റ് ഞാൻ എൻ്റെ കമന്റ് ബോക്സിലും യൂട്യൂബിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അഞ്ചൽ ഉള്ളതല്ലേ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 27 മണിക്കൂർ അഞ്ചലൊക്കെ കാണും. ഞാൻ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞിട്ട് നടക്കുന്നുണ്ട്. എവിടെയൊക്കെ വെച്ച് എന്നെ കാണാൻ പറ്റും. ഫരാൻ അവൻ എൻ്റെ ചെറുതിലേ തൊട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പണ്ടോട്ടേ ഉള്ള, നേരത്തെ ചോദിച്ചില്ലേ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, അങ്ങനെ പറയാം. എൻ്റെ ചെറുതിൽ കുഞ്ഞിലോട്ടെ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് അവൻ. ചേച്ചിയുടെ ഹൈറ്റ് എത്രയാണ്? എനിക്ക് ഹൈറ്റ് നല്ല കുറവാണ്. ഞാൻ ഇങ്ങനെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ചെറിയ മക്കളെ മാതിരി ഉണ്ട്. നല്ല കുറവാണ് എനിക്ക് ഹൈറ്റ്. ഞാൻ 151 അത്ര എന്തോ ഉള്ളൂ. കുഞ്ഞു കുട്ടിയാണ് ദേശിച്ചതാണ്. ഫ്യൂച്ചർ പ്ലാൻ? എനിക്ക് ഫ്യൂച്ചർ പ്ലാൻ അങ്ങനെയൊന്നും ഇല്ല. എനിക്കങ്ങനെ പ്ലാനൊന്നും ഇല്ല ഗൈസ്. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവണം, വീട്ടുകാരായിട്ട് നോക്കണം, അങ്ങനെയൊക്കെ ഉള്ളു. ഡ്രസ്സ് എവിടുന്നാ പർച്ചേസ് ചെയ്യുന്നത്?
ഞാൻ കൂടുതലും മീഷോയിൽ നിന്നൊക്കെ എടുക്കാറ്. എനിക്ക് മീഷോയിലെ എന്തോ അറിയില്ല, എനിക്ക് മീഷോയിലോട് ഒരു അഗാധമായ പ്രേമമാണ്. എനിക്ക് മീഷോ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഇതുവരെ അതിന്റെ പ്രോഡക്ട്സ് ഒക്കെ എടുത്തിട്ട് അല്ല, കുറെ പേര് പറയുന്നുണ്ട് അതിന്റെ പ്രോഡക്ട്സ് എടുക്കുമ്പോഴത്തേനും കറക്റ്റ് പ്രോഡക്റ്റ് തന്നെ കിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറയും. അതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേനും കറക്റ്റ് പ്രോഡക്റ്റ് തന്നെ കിട്ടത്തില്ല, എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ളതൊക്കെ കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെയും അങ്ങനൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ അത്യാവശ്യം അതിൽ നിന്നൊക്കെ തന്നെ പർച്ചേസ് ചെയ്യാം. പിന്നെ ഞാൻ അങ്ങനെ ഓഫ്ലൈൻ ഇപ്പൊ അങ്ങനെ പർച്ചേസ് ചെയ്യാറില്ല, ഓൺലൈൻ ഷോപ്പിംഗ് ആണ് കൂടുതലും. ക്രഷ് അടിച്ചിട്ടുണ്ടോ ഇൻ എനി വൺ? ക്രഷ് അടിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും ക്രഷ് ഒക്കെ അടിക്കാറുണ്ട് ഗൈസ്. നല്ല ചെറുക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ ക്രഷ് ഒക്കെ അടിക്കും. അതെന്റെ കുഴപ്പമല്ല ഗൈസ്. അപ്പൊ നിങ്ങൾ ചോദിച്ചിട്ടുള്ള മാക്സിമം കുറെ ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇനി അടുത്ത കുറെ ക്വസ്റ്റ്യൻസ് ഇനിയും കിടപ്പുണ്ട്. അപ്പൊ ഞാൻ അത് അടുത്ത വേറൊരു വീഡിയോയിൽ അതിന്റെ ആൻസർ തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അതിനകത്ത് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സ് നിങ്ങൾ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നത്. അപ്പൊ അത്രയുള്ള ഗൈസ്. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ.